വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ സൂറത്തുൽ ഹജ്ജാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ ഹജ്ജിൽ നമ്മൾ 13 ആയത്തുകളാണ് പഠിച്ചത് അല്ലേ? 13 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് 14-ാമത്തെ ആയത്ത്. അപ്പോൾ കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ നിരർത്ഥകതയും അങ്ങനെ ചെയ്താൽ അതുകൊണ്ട് ലഭിക്കുന്ന ഭവിഷ്യത്തുകളും അതിൻ്റെ ഭവിഷ്യത്തുകളുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇനി 14-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെക്കുറിച്ചാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആൻ്റെ ഒരു പ്രത്യേകതയാണ്, സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞാൽ നരകത്തെക്കുറിച്ച് പറയും, വിശ്വാസികളെക്കുറിച്ച് പറഞ്ഞാൽ അവിശ്വാസികളെക്കുറിച്ച് പറയും, ഷിർക്കിനെക്കുറിച്ച് പറഞ്ഞാൽ തൗഹീദിനെ കുറിച്ച് പറയും. ഇത് ഖുർആൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇപ്പോൾ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുകളിലത്തെ ആയത്തിൽ അവിശ്വാസികളെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇനി എന്ത് ചെയ്യാണ്? വിശ്വാസികളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ പറയാണ്. നമുക്കൊന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ യുദ്ഖിലുൽ ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് ഇന്നല്ലാഹ യുദ്ഖിലുൽ ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഇന്നല്ലാഹ യഫ്അലു മാ യുരീദ് ഇന്നല്ലാഹ യഫ്അലു മാ യുരീദ്. ശരി. ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു, യുദ്ഖിലു പ്രവേശിപ്പിക്കുന്നു, അദ്ഖല ദഖല പറഞ്ഞാൽ പ്രവേശിച്ചു, യദ്ഖുലു പ്രവേശിക്കുന്നു, അദ്ഖല പറഞ്ഞാൽ പ്രവേശിപ്പിച്ചു, യുദ്ഖിലു പ്രവേശിപ്പിക്കുന്നു, അല്ലാഹു പ്രവേശിപ്പിക്കുന്നു. അല്ലദീൻ ഒരു കൂട്ടരെ, അവരെ പ്രത്യേകത ആമനു അവർ വിശ്വസിച്ചിരിക്കുന്നു, വാവ് അത്തിഫിൻ്റെ ആൻഡ്, പിന്നെ അവരെന്താ ചെയ്തിരിക്കുന്നത്? അമിലു അവർ പ്രവർത്തിച്ചിരിക്കുന്നു, അസ്സാലിഹാത്ത് നല്ലതുകൾ. സ്വാലിഹാത്ത് പറഞ്ഞാൽ ശരിക്കും എന്താ അർത്ഥം? സൽക്കർമ്മങ്ങൾ എന്നുള്ള അർത്ഥമല്ല. സ്വാലിഹാത്ത് പറഞ്ഞാൽ ശരിക്കും ഇപ്പോൾ സ്വലഹ പറഞ്ഞാൽ നന്നായി, സ്വാലിഹ് നല്ലത്, നന്നായവൻ, സ്വാലിഹത്ത് നന്നായത്, നന്നായവൾ, നന്നായത്, അതിൻ്റെ ബഹുവചനാണ് സ്വാലിഹാത്ത്. അപ്പോൾ നല്ലതുകൾ, അപ്പോൾ അതാണ് ശരിക്കും അർത്ഥമുള്ളത്. പക്ഷെ അതുകൊണ്ട് എന്താ ഉദ്ദേശം? അഅ്മാലു സ്വാലിഹാത്ത് നല്ല കർമ്മങ്ങൾ. വഅമിലു അഅ്മാല സ്വാലിഹാത്ത് എന്നാണ് ശരിക്കും അവിടെ സൽക്കർമ്മങ്ങൾ. അപ്പോൾ വിശ്വാസവും സൽക്കർമ്മങ്ങളും ചെയ്ത ഒരു വിഭാഗം ആളുകൾ, വിശ്വാസമുണ്ട് സൽക്കർമ്മങ്ങളുമുണ്ട്, അവരെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നു. അള്ളാഹു പ്രവേശിപ്പിക്കുന്നു ജന്നാത്ത് തോട്ടങ്ങളിൽ. ജന്നത്ത് എന്നുള്ളതിൻ്റെ ബഹുവചനം ജന്നാത്ത് തോട്ടങ്ങളിൽ. സ്വർഗ്ഗമാണ് ഉദ്ദേശം, കാരണം സ്വർഗ്ഗം എങ്ങനെയാണ്? തോട്ടങ്ങളാണ്. അപ്പം അതുകൊണ്ട് സ്വർഗ്ഗങ്ങളിൽ പ്രവേശിക്കുന്നു. ആ സ്വർഗ്ഗത്തിൻ്റെ പ്രത്യേകത തജ്രി ഒഴുകുന്നു, തജ്രി ഒഴുകുന്നു, മിൻ തഹ്തിഹ
തഹ്ത്ത് പറഞ്ഞാൽ താഴ്ഭാഗം. അപ്പോൾ മുകളിൽ നിലയിൽ എന്താ പറയുക? ഫൗക്ക്. തഹ്ത്ത് താഴ്ഭാഗം. മിൻ തഹ്തിഹ അതിൻ്റെ താഴ്ഭാഗത്തു കൂടെ ഒഴുകുന്നു അൽ അൻഹാർ പുഴകൾ, നദികൾ ഒഴുകുന്നു, അരുവികൾ ഒഴുകുന്നു. ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു യഫ്അലു പ്രവർത്തിക്കുന്നു, അല്ലാഹു ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു, മാ യുരീദ് അവൻ ഉദ്ദേശിക്കുന്ന ഒന്ന്, അഥവാ അല്ലാഹു ഉദ്ദേശിക്കുന്ന കാര്യം അല്ലാഹു പ്രവർത്തിക്കുന്നു, അല്ലാഹു ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗങ്ങളിൽ വിശ്വാസവും സൽക്കർമ്മവും ഉള്ളവരെ അല്ലാഹു പ്രവേശിപ്പിക്കുന്നു, അല്ലാഹു ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. അത് നമുക്കതിൻ്റെ തഫ്സീറെന്ന് വായിക്കാം. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ലമ്മാ ദക്കറ അഹ്ലൽ ലലാലത്തിൽ അഷ്ഖിയാ, ഇതിൻ്റെ മുകളിലത്തെ ആയത്തിൽ അല്ലാഹു ദൗർഭാഗ്യവാന്മാരെ കുറിച്ച് പറഞ്ഞു. അല്ലാഹ് അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച് നരകത്തിലേക്ക് പോകുന്ന ആൾക്കാരെയാണ് ഇതിൻ്റെ മുകളിലത്തെ ആയത്തിൽ പറഞ്ഞു. അത് പറഞ്ഞിട്ട് അത്വഫ ബിദിക്രിൽ അബ്റാരി സുഅദാ, ഈ ആയത്തിൽ അല്ലാഹു എന്താ ചെയ്യണ്? സൗഭാഗ്യം സിദ്ധിച്ച ആളുകളെ കുറിച്ചിട്ട്, പുണ്യവാളന്മാരെ കുറിച്ച് അല്ലാഹു പറയാണ്. മിനല്ലദീന ആമനൂ ബിഖുലൂബിഹിം, വിശ്വസിച്ചു എന്ന് പറഞ്ഞല്ലോ, വിശ്വാസം എവിടെയാണ്? ബിഖുലൂബിഹിം, അവിടെ ഹൃദയങ്ങളിൽ വിശ്വാസം പ്രവേശിച്ചിട്ടുണ്ട്. വസ്വദ്ദഖൂ ഈമാനഹും ബി അഫ്ആലിഹിം, ഹൃദയത്തിൽ വിശ്വാസം കയറിയിട്ടുണ്ട് എന്നതിൻ്റെ അടയാളം, അതിനെ സത്യപ്പെടുത്തിയത് അവരെങ്ങനെയാണ്? പ്രവർത്തനങ്ങളിലൂടെയാണ്. അപ്പോൾ യഥാർത്ഥ വിശ്വാസം ഹൃദയത്തിൽ കയറിയവൻ്റെ പ്രവർത്തനങ്ങളിൽ അതെന്ത് ചെയ്യും? പ്രതിഫലിക്കും എന്നർത്ഥം. ഫഅമിലു അസ്സാലിഹാത്തി മിൻ ജമീഇ അൻവാഇൽ ഖുർബാത്ത്, അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്ന എല്ലാവിധത്തിലുള്ള പ്രവർത്തനങ്ങളും അവർ ചെയ്യും. അപ്പോൾ കേവലം ഒരു പ്രവർത്തനം മാത്രമല്ല, നിസ്കാരം, നോമ്പ്, ഖുർആൻ പാരായണം, സ്വദഖ, ദിക്റുകൾ, ഇങ്ങനെ വ്യത്യസ്ത പ്രവർത്തനങ്ങളൊക്കെ ഒരു ചെയ്യും. വതറക്കു അൽ മുൻകറാത്ത്, മോശപ്പെട്ടതൊക്കെ ഒരു ഉപേക്ഷിക്കും. ഫഔറസഹും ദാലിക, അതുകൊണ്ട് അല്ലാഹു അവർക്ക് അനന്തരമായി കൊടുത്തു സുക്നദ്ദറജാത്തിൽ ആലിയാത്തി ഫീ റൗളാത്തിൽ ജന്ന, സ്വർഗത്തിൻ്റെ തോപ്പുകളിൽ ഉന്നതമായ സ്ഥാനങ്ങളിൽ താമസിക്കാനുള്ള അവസരം അല്ലാഹു അവർക്ക് നൽകി. അല്ലാഹു അതിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അതുപോലെ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ആദ്യം തർക്കിക്കുന്നവരെ കുറിച്ച് പറഞ്ഞു അല്ലേ? ആദ്യത്തെ വമിനന്നാസി മൻ യുജാദിലു ഫില്ലാഹി പറഞ്ഞില്ലേ, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ തർക്കിക്കുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെ അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം അള്ളാഹു ഹൃദയത്തിൽ വിശ്വാസം കയറാത്ത ആൾക്കാരെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ വിശ്വാസികളെ കുറിച്ച് പറയാണ്. എങ്ങനത്തെ വിശ്വാസികളാണ്? അൽ മുഅ്മിനു ഹഖീഖ, യഥാർത്ഥത്തിലുള്ള വിശ്വാസികളെ കുറിച്ച് അള്ളാഹ് പറയാണ്. അവരുടെ പ്രത്യേകം എന്താണ്? സ്വദ്ദഖ മാ മഅഹു മിനൽ ഈമാനി ബിൽ അഅമാലി സ്വാലിഹ, അവർ അവരുടെ ഹൃദയത്തിലുള്ള ഈമാനിനെ സൽക്കർമ്മങ്ങൾ കൊണ്ട് സത്യപ്പെടുത്തിയവരാണ്. അപ്പോൾ ഈമാനിനെ സത്യപ്പെടുത്തൽ എങ്ങനെയാണ്? നാവുകൊണ്ട് പറയൽ കൊണ്ടാണോ? അല്ല, അത് പ്രവർത്തനങ്ങളിലൂടെ വരണം. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു, വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ, ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആൾക്കാരുണ്ട്, ഓല് നാവ് കൊണ്ട് പറയും ഞങ്ങൾ അള്ളാഹുലും അന്ത്യത്തിലും വിശ്വസിച്ചിരിക്കുന്നു. എന്നിട്ട് അള്ളാഹ് അവരെ കുറിച്ച് എന്താ പറഞ്ഞത്? വമാഹും ബിമുഅ്മിനീൻ, ഒരു വിശ്വാസികളല്ല കേട്ടോ. അപ്പോൾ ഹൃദയത്തിൽ വിശ്വാസം കയറി എന്നത് എങ്ങനെയാണ് പുറത്തേക്ക് വരേണ്ടത്? നാവ് കൊണ്ടല്ല, അത് അവയവങ്ങൾ കൊണ്ട്, പ്രവർത്തനങ്ങളിലൂടെ പുറത്തേക്ക് വരണം. അങ്ങനെ ചെയ്തവരാണ് യഥാർത്ഥ വിശ്വാസികൾ. ഫഅഖ്ബറ തആല അന്നഹു യുദ്ഖിലുഹും ജന്നാത്ത് തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, ഇത്തരത്തിൽ ഉള്ള ആളുകളെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും, അതിൻ്റെ താഴ്ഭാഗത്തൂടെ അരുവികൾ ഒഴുകുന്നുണ്ടാകും. വസുമ്മിയത്തിൽ ജന്നത്തു ജന്ന, എന്തുകൊണ്ടാണ് സ്വർഗത്തിന് ജന്ന എന്ന് പേര് വന്നത്? അദ്ദേഹം പറയാണ്, ലിസ്തിമാലിഹ അലൽ മനാസിലി വൽ ഖുസൂരി വൽ അഷ്ജാരി വൻ നവാബിത്തി ലത്തി തുജന്നു മൻ ഫീഹാ വയസ്തതിറു ബിഹാ മിൻ കസ്റതിഹ. അഥവാ ഈ ജീമും നൂനും, ഇപ്പോൾ ജന്ന പറഞ്ഞാൽ ജീമ് നൂന് താവ്, ഇങ്ങനെ ജീമും നൂനും അടുപ്പിച്ച് വരുന്ന പദങ്ങൾക്കൊക്കെ ഒരു ഒളിഞ്ഞിരിക്കുന്ന ആശയം ഉണ്ടാവും. ഇപ്പോൾ ജന്ന പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ മജ്നൂൻ എന്ന് പറയും, ജുനൂൻ, ജുനൂൻ പറഞ്ഞാൽ എന്താ? ഭ്രാന്ത്, ജുനൂൻ ഭ്രാന്ത്. അപ്പോൾ ഭ്രാന്ത് കാണാൻ പറ്റുമോ? അല്ല, ഒരാൾ ഭ്രാന്ത് ഉള്ളിലാണ്, അത് പ്രകടമാവും, പക്ഷേ ആ ഭ്രാന്ത് എവിടെയാണ്? ഉള്ളിലാണ്, അത് കാണാൻ പറ്റില്ല. അതേപോലെ നമ്മൾ ജനീൻ എന്ന് പറയും. ജനീൻ ആരാ? ഗർഭസ്ഥ ശിശുക്കാണ് ജനീൻ എന്ന് പറയാം. അപ്പോൾ ജീമും നൂനും ഒരുമിച്ച് വന്നില്ലേ? ഗർഭസ്ഥ ശിശുവിനെ കാണാൻ പറ്റുമോ? ഇല്ല, ഉള്ളിലാണ്. അതേപോലെ ജിന്ന്, ജീമ് നൂന്, ജിന്നിനെ കാണാൻ പറ്റുമോ? അല്ല. അപ്പോൾ ജീമ് നൂന് ഒരുമിച്ച് വരുന്ന പദങ്ങളൊക്കെ അറബിയിൽ അതിനൊക്കെ ഒരു ഒളിഞ്ഞിരിക്കുക എന്നുള്ളൊരു ആശയം വരും. അപ്പോൾ ജന്ന പറഞ്ഞാലും മറഞ്ഞത് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ എന്താണ് അങ്ങനെ ഒരു പേര് വരാൻ കാരണം?
സഅദി റഹ്മത്തുള്ളാഹി പറയുന്നത് സ്വർഗത്തിൽ ധാരാളം കൊട്ടാരങ്ങളും വീടുകളും മരങ്ങളും അതേപോലെ സസ്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയൂല, ഒരാൾക്ക് അപ്പുറത്തിലവനെ കാണാൻ കഴിയാത്ത വിധത്തിൽ ഇത് നിറഞ്ഞു നിൽക്കുകയാണ്. കൊട്ടാരങ്ങളും തോപ്പുകളൊക്കെ ഇതിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അതിന് ജന്നത്ത് എന്ന് പേര് വന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അള്ളാഹു നമ്മളതിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. അപ്പോൾ ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ സൽക്കർമ്മങ്ങൾ ചെയ്തവരെയും സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. ഇതിൽ നമ്മൾ മനസ്സിലാക്കാൻ ഒന്നാമത്തെ കാര്യം, ഇവിടെ അള്ളാഹ് പറഞ്ഞത് ഇന്നല്ലാഹ യുദ്ഖിലു എന്നാണ്, അള്ളാഹു പ്രവേശിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ആരെ തൗഫീഖ് തന്നെ വേണം? അള്ളാഹിൻ്റെ തൗഫീഖ് തന്നെ വേണം. അള്ളാഹു വിചാരിക്കാതെ, അള്ളാഹുവിൻ്റെ കാരണമില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരാൾക്കും സാധിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, ലയ്യുദ്ഖില അഹദൻ അമലുഹു അൽ ജന്ന, നിങ്ങളിൽ ഒരാളും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല. ഒരാളുടെയും പ്രവർത്തനങ്ങൾ അവനെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കൂല. ഇത് ആരോടാ പറയുന്നത്? സ്വഹാബത്തിനോട്. സ്വഹാബത്ത് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ നമ്മളോട് പറഞ്ഞ്, നിങ്ങൾ ഒരു ഉഹദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും സ്വഹാബത്ത് നൽകിയ ഒരു മുദ്ദോളം അതെത്തൂല എന്നാണ്. ഒരു മുദ്ദ പറഞ്ഞാൽ അത്ര. എന്നിട്ട് റസൂൽ പറഞ്ഞു വലാ നസീഫ, ഒരു മുദ്ദിൻ്റെ പകുതി എത്തൂല. സ്വഹാബത്ത് നൽകിയ ഇത്ര സമ്പത്ത് നമ്മൾ ഉഹദ് മലയോളം സ്വർണം കൊടുത്താലും എത്തൂല. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അപ്പോൾ എത്ര ഏക്കര മോല ഫളല് ആ സ്വഹാബത്തിനോടാണ് റസൂൽ പറഞ്ഞത്, നിങ്ങൾ മാത്രമല്ലേ ആരും പ്രവർത്തനങ്ങൾ അവരെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കൂല. അപ്പോൾ സ്വഹാബത്ത് ചോദിക്കുകയാണ് വല അൻത യാ റസൂല, റസൂലെ നിങ്ങളെ പ്രവർത്തനങ്ങൾ കാരണം നിങ്ങൾ സ്വർഗ്ഗത്ത് പ്രവേശിക്കൂലേ? അപ്പോൾ റസൂൽ പറഞ്ഞില്ല, വല അന, എൻ്റെ പ്രവർത്തനങ്ങളും ഇന്ന സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കൂല. ഇല്ലാ യതഗമ്മദനി അല്ലാഹു ബി ഫദ്ലിൻ വറഹ്മത്തിൻ, അള്ളാഹിൻ്റെ കാരുണ്യവും ഔദാര്യവും എന്നെ പൊതിഞ്ഞാലല്ലാതെ എനിക്കും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ കഴിയൂല. അപ്പോൾ ഒരാളുടെയും പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യൂല, നമ്മൾ 500 കൊല്ലം അല്ല നമുക്ക് ആയുസ് എന്നാൽ 500 കൊല്ലം അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്താലും ആ ഇബാദത്തുകൾ കൊണ്ട് സ്വർഗ്ഗത്ത് കയറാൻ നമുക്ക് വയ്ക്കൂല. ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്ത്, അവരുടെ പ്രതിഫലം ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ അടുക്കലാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കലാണ് സ്വർഗം. അള്ളാഹു അത് കനിഞ്ഞ് കരുണ ചെയ്തവർക്ക് മാത്രമേ അതിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കൂ, അല്ലാതെ ആര് വിചാരിച്ചാലും കഴിയില്ല. അപ്പോൾ നമ്മുടെ നാടുകളിൽ പാടിക്കൊണ്ടിരിക്കുന്നൊരു മൗലൂദുണ്ട്, അഷ്റഖ ബൈത്ത്. നിങ്ങളിപ്പോൾ കേട്ട് പറ്റുന്ന മങ്കൂസ് മൗലൂദ് പോലെ അഷ്റഖ ബൈത്ത്. അതിൽ ഉള്ളൊരു വരിയാണ് അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലക്കൽ ജമ്മൽ ഗഫീറു. പ്രവാചകനോട് പറയാണ്, പ്രവാചകരെ താങ്കളുടെ മിസ്കീനായ പാവപ്പെട്ട അടിമയാണ് ഞാൻ, അതുകൊണ്ട് താങ്കളുടെ ഔദാര്യം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫീക ഖദ് അഹ്സൻ തുലന്നി യാ ബഷീർ വയാനദീറു, താങ്കളിൽ ഞാൻ നല്ല വിചാരം വെച്ച് പുലർത്തുന്നു. യാ ബഷീർ വയാനദീറു, പ്രവാചകൻ്റെ താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുന്നവനാണ്, താക്കീത് നൽകുന്നവനാണ്. എന്നിട്ട് പറയുന്നത് ഫ അഗിസ്നി വ അജിർനി യാ മുജീറു മിനസ്സഈർ, അതുകൊണ്ട് നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുന്ന റസൂലേ, എന്നെ താങ്കൾ അതിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ, എന്നെ താങ്കൾ സഹായിക്കണമേ. അപ്പോൾ ഇത്തരം വിശ്വാസങ്ങളുമായിട്ടൊന്നും ഗ്യാരണ്ടി ഇല്ലാത്ത വിശ്വാസങ്ങളുമായിട്ട് ചെന്നെക്കാൻ പറ്റിയ ലോകമല്ല ഏത് പരലോകം എന്ന് പറഞ്ഞാൽ. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞ് അരുളിയവർക്ക് മാത്രമേ, പ്രവാചകന്മാർ പോലും എന്താ പറയുക, നഫ്സി നഫ്സി എന്ന് പറയുന്ന ലോകമാണ്. പിന്നെ അവിടെ എങ്ങനെയാണ് ബാക്കിയുള്ളവർക്ക് സഹായിക്കാൻ കഴിയുക? അതുകൊണ്ട് നമ്മൾക്ക് ആകെ ചെയ്യാല്ലേ എന്തോളൂ, സ്വർഗത്തിനാവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുക, പ്രാർത്ഥിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, 3 പ്രാവശ്യം സ്വർഗം ചോദിച്ചാൽ സ്വർഗം പറയും അള്ളാഹുവെ അവൻ എന്നിലേക്ക് പ്രവേശിപ്പിക്കണമേ. 3 പ്രാവശ്യം നരകം ചോദിച്ചാൽ, നരകത്തിന് രക്ഷ ചോദിച്ചാൽ നരകം പറയും അള്ളാഹുവെ അവനെ എന്നിൽ നിന്ന് അകറ്റണം. അപ്പോൾ ദിവസവും 3 പ്രാവശ്യം സ്വർഗം ചോദിക്കുക, നരകത്തിന് രക്ഷ ചോദിക്കുക, പിന്നെ സ്വർഗം ലഭിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. ശരി. അപ്പോൾ അവിടെ ഇന്നല്ലാഹ യുദ്ഖിലുല്ലദീന, അള്ളാഹു പ്രവേശിപ്പിക്കും ആരെ? ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വാസവും സൽക്കർമ്മങ്ങൾ ചെയ്തവരും, വിശ്വാസം ഉള്ളവരെയും സൽക്കർമ്മങ്ങൾ ചെയ്തവരെയും അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ 2 ക്വാളിറ്റികളാണ് അള്ളാഹ് ഇവിടെ പറയുന്നത്. ഒന്നെന്താണ്? ഈമാൻ, വിശ്വാസം. 2 അഅ്മാലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ. ഇത് രണ്ടും ഒരുപോലെ ആവശ്യമാണ്. ഇതിലേതെങ്കിലും ഒരാൾക്ക് നല്ല ഈമാനുണ്ട്, ഭയങ്കര ഈമാൻ കറക്റ്റാണ്, വിശ്വാസ കാര്യങ്ങളൊക്കെ കറക്റ്റാണ്, നല്ല തൗഹീദുണ്ട്, പക്ഷേ 5 വക്ത് നിസ്കരിക്കില്ല, നോമ്പ് എടുക്കില്ല, സക്കാത്ത് എടുക്കില്ല, ഹജ്ജിന് പോവില്ല, സദഖയോ ഒന്നുമില്ല, അയാൾക്ക് സ്വർഗ്ഗത്തിൽ കയറാൻ പറ്റുമോ? ഇല്ല. ഒരാൾ നല്ല പ്രവർത്തനങ്ങളുണ്ട്,
ആരാധനകർമ്മങ്ങളൊക്കെ വളരെ കൃത്യമാണ്. പക്ഷേ ഈമാൻ ഇല്ല. അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കും, അല്ലാത്തവർക്ക് സുജൂദിയും ഒക്കെ ഉണ്ട്. അയാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമോ? ഇല്ല. അപ്പോൾ ഈമാനും വേണം, അഅ്മാലു സ്വാലിഹാത്തും വേണം. ഇതിൽ തന്നെ ഏറ്റവും മുന്തി നിൽക്കേണ്ടത് ഈമാനാണ്. അമലു സ്വാലിഹാത്തിനേക്കാൾ മുന്തി നിൽക്കേണ്ടത് കാരണം ഇപ്പോൾ അമലു സ്വാലിഹാത്തിൻ്റെ വിഷയത്തിൽ എവിടെയെങ്കിലും ചെറിയ പോരായ്മ വന്നാലും അള്ളാഹു എന്ത് ചെയ്യും? അത് നമ്മൾക്ക് പരിഹരിച്ച് തരും. അപ്പോൾ ഈമാൻ കൃത്യമാണ്. ഒരാൾ എന്തുണ്ട് അമലു സ്വാലിഹത്തിൽ കുറച്ച് കുറവുണ്ട്, മറ്റുള്ളവരുടെ കുറച്ച് കുറവുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ചില വിഷയങ്ങളിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. പക്ഷേ അത് അള്ളാഹു എന്ത് ചെയ്യും? അയാൾക്ക് പുറത്തു കൊടുക്കും. ഇപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഫർള് നിസ്കാരങ്ങൾ പരിശോധിക്കും. ഫർളിൽ വീഴ്ച ഉണ്ടെങ്കിൽ എന്താ കാട്ടുക? സുന്നത്തുണ്ടോ നോക്കുക അറിയും. ഇപ്പോൾ സുന്നത്തിന് ഫർളെടുത്ത് പരിഹരിക്കും. പക്ഷേ ഈമാൻ്റെ വിഷയം ഇങ്ങനെയല്ല. ഈമാനിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്ക് പറച്ചിലൊന്നുമില്ല. മൻ മാത്ത ലാ യുശ്രികു ബില്ലാഹി ഷൈഅ ദഖലൽ ജന്ന. ആരെങ്കിലും മരണപ്പെട്ടു അള്ളാഹുവിൽ പങ്ക് ചേർത്തിട്ടില്ലെങ്കിൽ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാം. എന്നാൽ വമൻ മാത്ത യുശ്രികു ബിഹി ഷൈഅ ദഖലന്നാർ. അള്ളാഹുവിൽ പങ്ക് ചേർത്തുകൊണ്ട് മരണപ്പെട്ടാൽ നരകത്തിലാണ്. പിന്നെ അവിടെ വേറെ എന്തില്ല? അവൻ്റെ പ്രവർത്തനങ്ങൾ പരിഗണിക്കലൊന്നും ഇല്ല. അപ്പോൾ ഈമാൻ എന്ന് പറയുമ്പോൾ വിശ്വാസമാണ്. ഈമാൻ ഉണ്ടാകേണ്ടത് ഹൃദയത്തിലാണ്. തസ്ദീഖും ബിൽ ഖൽബ്, ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തേണ്ട വിഷയങ്ങൾക്കാണ് ഈമാൻ എന്ന് പറയാം. അമലു സ്വാലിഹാത്തുകൾ അവയവങ്ങൾ കൊണ്ടാണ് ഉണ്ടാവേണ്ടത്. അത് നാവ് കൊണ്ടുണ്ടാവുക. ദിക്ർ ചെല്ലണ പോലെ ഖുർആൻ ഓതണമൊക്കെ നാവ് കൊണ്ടുള്ള അമലു സ്വാലിഹാത്തുകളാണ്. അതേപോലെ തന്നെ കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ടൊക്കെ നിസ്കാരം പോലെ അല്ലേ. അതേപോലെ തന്നെ ഹൃദയം കൊണ്ടുണ്ടാവാം അമലു സ്വാലിഹാത്ത്. ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ? ഹൃദയം കൊണ്ടുണ്ടാവണ സൽക്കർമ്മം തവക്കുല്, അള്ളാഹുവിലെ പ്രതീക്ഷ, അള്ളാഹുവിലെ ഭയം, ഖേദിച്ചു മടങ്ങൽ, ഇതൊക്കെ എവിടെ? ഇതൊക്കെ ഹൃദയത്തിലാണ് ഉണ്ടാവുക. ശരി, ഈമാൻ വിശ്വാസം അത് ശരിയാവണമെന്ന് പറഞ്ഞു. എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? വിശ്വാസം എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? അള്ളാഹുവിലെ വിശ്വാസം മൊത്തത്തിലൊന്ന് എങ്ങനെ പറയാം? അതാണോ? ഈമാൻ കാര്യങ്ങൾ, വിശ്വാസ കാര്യങ്ങൾ എത്ര ഉണ്ട്? 6. ഈ 6 അടിയുറച്ച് വിശ്വസിക്കുക. അപ്പോൾ അതോരോന്ന് പറയുമ്പോൾ ആദ്യം അൽ ഈമാനു ബില്ല, അള്ളാഹുള്ള വിശ്വാസം. അള്ളാഹുള്ള വിശ്വാസത്തിൽ എന്താ വിശ്വസിക്കേണ്ടത്? ഇതിൽ നമ്മൾ 4 കാര്യങ്ങൾ വിശ്വസിക്കണം. 1, അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കണം. 2, അള്ളാഹു മാത്രമാണ് റബ്ബ് എന്ന് വിശ്വസിക്കണം. 3, അള്ളാഹു മാത്രമാണ് ഇലാഹി എന്ന് വിശ്വസിക്കണം, ആരാധ്യൻ. 4, അള്ളാഹുവിന് ചില അസ്മാകൾ, പേരുകളുണ്ട്, സിഫാത്തുകൾ, വിശേഷണങ്ങളുണ്ട് എന്ന് വിശ്വസിക്കണം. ഇത് 4 പൂർണ്ണമാകുമ്പോഴേ ഈ വിശ്വാസകാര്യം കൃത്യമാവുള്ളൂ. അള്ളാഹു അവനുണ്ട്, ഇതാണ് ആദ്യം വിശ്വസിക്കേണ്ടത്. അതാണ് സൂറത്ത് തൂറിൽ അള്ളാഹ് പറഞ്ഞത്, അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖുസ് സമാവാതി വൽ അർദ് ബൽ ലാ യുഖിനൂൻ. മനുഷ്യന്മാരെ മനുഷ്യൻ തന്നെ സൃഷ്ടിച്ചതാണോ? അല്ല. അപ്പോൾ ശൂന്യതയിൽ നിന്നുണ്ടായതാണോ? അതുമല്ല. അപ്പോൾ പിന്നെ ഓല എങ്ങനെ ഉണ്ടായത്? ഓല ഉണ്ടാക്കിയ ഒരാളുണ്ട്. അപ്പോൾ അള്ളാഹ് ഉണ്ട്. അതേപോലെ അള്ളാഹുവാണ് റബ്ബ്, അള്ളാഹുവാണ് ഇലാഹ്, അള്ളാഹുവിന് ചില പേരുകളും വിശേഷണങ്ങളും ഉണ്ട്. അതുപോലെ പേരുകളും വിശേഷണങ്ങളും വേറെ ആർക്കും ഇല്ല എന്ന് വിശ്വസിക്കണം. അതാണ് സൂറത്തു മറിയമിലെ ഒരു ആയത്തിൽ അള്ളാഹ് 3 ഒപ്പം പറയുന്നുണ്ട്. ആർക്കാണ് ആയത്തറിയാം? മറിയമിലെ ഒരു ആയത്തിൽ അള്ളാഹുവാണ് റബ്ബ്, അള്ളാഹുവാണ് ഇലാഹ്, അള്ളാഹുവിന് ചില പേരുകളും വിശേഷങ്ങളും, ഇത് 3 ഒരുമിച്ച് പറഞ്ഞ ഖുറാനിൽ ഒറ്റ ആയത്തുള്ളു. സൂറത്തു മറിയമിലെ ഒരു ആയത്താണത്. ആയത്തിൽ അല്ലാഹ് പറഞ്ഞു, റബ്ബുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമാ ഫസ്തബിർ ലിഇബാദതിഹി ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതിഹി ഹൽ തഅലമു ലഹു സമീയ. റബ്ബുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമാ, ആകാശഭൂമികളുടെയും അവക്കിടയിലുള്ളതിൻ്റെയും റബ്ബ്. ഫഅബ്ദുഹു, അവനെ ആരാധിക്കുക. വസ്തബിർ ലിഇബാദതിഹി, അവനുള്ള ആരാധനയിൽ ക്ഷമിക്കുക. അത് ഉലൂഹിയത്താണ്. ഹൽ തഅലമു ലഹു സമീയ, അവന് പേരൊത്ത ഒരാളെ നിങ്ങൾക്കറിയുമോ? അപ്പോൾ തൗഹീദിൻ്റെ 3 ഇനങ്ങളും ഉൾക്കൊള്ളുന്നൊരായത്താണത്. പിന്നെ രണ്ടാമത്തെ വിശ്വാസകാര്യം എന്താ? ഈമാനുബിൽ മലായിക്ക, മലക്കുകളുടെ വിശ്വാസം. ഇതിൽ നമ്മൾ എന്തൊക്കെ വിശ്വസിക്കേണ്ടത്? ഇതിലും ആദ്യം വിശ്വസിക്കേണ്ടത് മലക്കുകൾ ഉണ്ട് എന്ന് വിശ്വസിക്കുക. മലക്ക് നമ്മൾ കാണുന്നില്ലെങ്കിലും അങ്ങനത്തെ ഒരു വിഭാഗം ഇവിടെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അവർ ഇവിടെയുണ്ട്, കാരണം ഹദീസുകളാലും ആയത്തുകളാലും തെളിയിക്കപ്പെട്ടതാണ്. അതുപോലെ മറ്റൊന്ന് അവരിൽ വിശ്വസിക്കേണ്ടത്, അവർക്ക് ചില പേരുകളുണ്ട്, അസ്മാകൾ. ജിബ്രീൽ, മീക്കായിൽ,
ഇസ്രാഫീൽ, മലക്കുൽ മൗത്ത്, ഹാറൂത്ത് മാറൂത്ത്, റഖീബ് അതീദ്, മുങ്കർ നക്കീർ പോലത്തെ പേരുകൾ. അതേപോലെ തന്നെ പിന്നെ അവർക്ക് ചില അമാലുകൾ, പ്രവർത്തനങ്ങളുണ്ട്, അത് വിശ്വസിക്കണം. ജിബ്രീൽ സ്വലാത്തു വസ്സലാമിന് വഹി എത്തിച്ചു കൊടുക്കൽ, മീക്കായിൽ സ്വലാത്തു വസ്സലാമിന് എന്തൊക്കെയാണ്? ഇടി, മഴ, സസ്യം മുളപ്പിക്കൽ. ഇസ്രാഫീൽ സ്വലാത്തു വസ്സലാമിന് സൂറെന്ന കാഹളത്തിലൂതൽ. മലക്കുൽ മൗത്തിന് മരിപ്പിക്കൽ. അതേപോലെ ഹാറൂത്ത് മാറൂത്ത് ഭൂമിയിൽ സിഹർ അവതരിപ്പിച്ച, ബാബിലോണിയ നാട്ടിൽ സിഹർ അവതരിപ്പിച്ച മലക്കുകളാണ്. അതേപോലെ തന്നെ മുങ്കർ നക്കീർ ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുന്ന മലക്കുകളാണ്. റഖീബ് അതീദ് പറഞ്ഞ 2 മലക്കുകളല്ല പോലെ വിശേഷനാണത്, മാന്യന്മാരായ എഴുത്തുകാർ. പിന്നെ മാലിക് അലൈഹി സ്വലാം നരകത്തിൻ്റെ കാവൽക്കാർ, ഇങ്ങനെ ധാരാളം മലക്കുകൾ, അവർക്ക് ജോലികളുണ്ട്. അതേപോലെ ഇവർക്ക് ചില സിഫാത്തുകൾ, ചില വിശേഷണങ്ങളുണ്ട് എന്ന് വിശ്വസിക്കണം. അള്ളാഹ് പറയല്ലേ, ലാ യസ്തഹ്സിറൂൻ ലാ യഫ്തുറൂൻ, അവർ ക്ഷീണിക്കൂല, കുഴങ്ങൂല, തളരൂല. യുസബ്യഹൂന ലൈല വന്നഹാർ, രാത്രിയിലും പകലിലൊക്കെ അള്ളാഹ്ക്ക് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാ യഅ്സൂന അല്ലാഹു മാ അമറഹും, അള്ളാഹ് പറഞ്ഞതിനൊന്നും പോലെ എതിര് പറയൂല. വയഫ്അലൂന മാ യുമറൂൻ, അള്ളാഹ് കൽപ്പിച്ചൊക്കോല് ചെയ്യും. ഉലി അജ്നഹത്തിൻ, ചിറകുകളുള്ളവരാണ്, സൗന്ദര്യമുള്ളവരാണ്, നീളമുള്ളവരാണ്, ശക്തവാന്മാരാണ്. ഇതൊക്കെ മലക്കുകളെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ വിശ്വസിക്കണം. ഇതാണ് മലക്കുകളിലുള്ള വിശ്വാസം. അതേപോലെ മൂന്നാമത്തെ ലീമാനു ബിൽ കുത്തുബ്, കിതാബുകളിൽ, വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം. അപ്പോൾ വേദഗ്രന്ഥങ്ങൾ 4 വിശ്വസിക്കണം. തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഖുർആൻ. തൗറാത്ത് മൂസാ നബിക്ക്, ഇഞ്ചീൽ ഈസാ നബിക്ക്, സബൂർ ദാവൂദ് നബിക്ക്, ഖുർആൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അതുപോലെ ഇതിൽ വിശ്വസിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇതെല്ലാം അള്ളാഹു അവതരിപ്പിച്ചതാണ്. ഈ 4 ഗ്രന്ഥവും അള്ളാഹു അവതരിപ്പിച്ചതാണ്. ഇതിൽ അള്ളാഹു പറഞ്ഞതെല്ലാം സത്യമാണ്. ഇന്ന് അതിലുള്ളതെല്ലാം സത്യമാണെന്നല്ല വിശ്വസിക്കേണ്ടത്. അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. ഇന്ന് ഖുർആനും ഒക്കെയാണ്, തൗറാത്തും ഇഞ്ചീലൊക്കെ ഇന്ന് അതേപോലെ ഉണ്ടോ? ഇല്ല. അപ്പോൾ അള്ളാഹു അതിൽ അവതരിപ്പിച്ചതെല്ലാം സത്യമാണ്. എന്തായാലും നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമാണ്. അതുപോലെ 4-മത്തെ ഈമാനു ബിർ റുസുൽ, റസൂലുകളിൽ ഉള്ള വിശ്വാസം. അപ്പോൾ അതിൽ എന്ത് വിശ്വസിക്കണം? ലോകത്തിലേക്ക് എല്ലാ സമുദായങ്ങളിലേക്കും പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്. കാരണം അള്ളാഹ് പറഞ്ഞതാണ്, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തി റസൂല, എല്ലാ സമുദായത്തിലേക്കും റസൂലുകളെ അള്ളാഹ് പറഞ്ഞയച്ചിട്ടുണ്ട്. വിശ്വസിക്കണം. അതേപോലെ എല്ലാ പ്രവാചകന്മാരിലും ഒരുപോലെ വിശ്വസിക്കണം. ക്രിസ്ത്യാനികൾ ഈസാ നബിയിൽ വിശ്വസിക്കും, മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുമോ? സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസാ നബിയിൽ വിശ്വസിക്കും, ജൂതന്മാർ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കില്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കാര്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലാ നുഫരിഖു ബൈന അഹദിൻ മിർ റുസുൽ, ഒരു റസൂലുകൾക്കിടയിൽ നമുക്ക് ഒരു വേർതിരിവില്ല. ഏറ്റ വ്യത്യാസമുണ്ട്. എങ്ങനെ? ഇപ്പോൾ ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാരിലും വെച്ച് 5 പ്രവാചകന്മാരാണ് ഏറ്റവും ശ്രേഷ്ഠർ. ഓൽക്ക് പറയുന്ന പേരെന്താ? ഉലുൽ അസ്മ്, ദൃഢചിത്തന്മാർ. മൂസാ നബി, ഈസാ നബി, ഇബ്രാഹിം നബി, നോഹ് നബി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 5-ൽ തന്നെ 2 ആൾക്കാർ അള്ളാഹുവിൻ്റെ പിന്നെ ആരാണ്? അള്ളാഹുവിൻ്റെ ഖലീലുകളാണ്, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. അത് ഇബ്രാഹിം നബിയും മുഹമ്മദ് നബിയും. അതിൽ തന്നെ ഒരാൾ അഷ്റഫുൽ ഖൽഖാണ്, ഏറ്റവും ശ്രേഷ്ഠനാണ്. അതാരാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇങ്ങനെ ചില ഏറ്റവ്യത്യാസങ്ങൾ അവരുടെ ശ്രേഷ്ഠതകളിലുണ്ട് എങ്കിലും ഒരാളെ മാറ്റി നിർത്താൻ പറ്റില്ല. അതുപോലെ 5-മത്തെ വിശ്വാസം അൽ ഈമാനു ബിൽ ബഅസ്, അഥവാ അന്ത്യദിനത്തിലുള്ള വിശ്വാസം. അപ്പോൾ ഇതിലെന്തൊക്കെ വിശ്വസിക്കണം? മരണമുണ്ട്, മരണാന്തരം ഖബറുണ്ട്, ഖബറിൽ രക്ഷാശിക്ഷകളുണ്ട്, അതിനുശേഷം മഹ്ശറിൽ നൃത്തമുണ്ട്, ആ മഹ്ശറിൽ വിചാരണയുണ്ട്, മീസാനുണ്ട്, കൗസറുണ്ട്, അതുപോലെ തന്നെ അവിടെ ഏടുകൾ നൽകപ്പെടുന്ന ഒരു രംഗമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, അഹ്റാഫുണ്ട്. ഈ വിശ്വാസങ്ങളൊക്കെയാണ് മരണാന്തര വിശ്വാസം. അവസാനത്തത് അൽ ഈമാനു ബിൽ ഖദർ, ഖദറിലുള്ള വിശ്വാസം. ഖൈരിഹി വശരിഹി മിനല്ലാഹ്, നന്മയും തിന്മയും ഒക്കെ എവിടെ നിന്നാണ്? അള്ളാഹുവിൽ നിന്നാണ്. അപ്പം ഇങ്ങനെ ഈ 6 കാര്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. ഇതാണ് സ്വർഗത്തിലേക്ക് പോകാൻ ആവശ്യമായ ഫസ്റ്റ് ക്വാളിറ്റി, ആമനു. 2-മത്തത് വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങളുമാണ്. എപ്പോഴാണ് ഒരു കർമ്മം സൽക്കർമാവുക? അള്ളാഹു സ്വീകരിക്കണം. അതല്ല എപ്പോഴാണ്? നീയത്തോടു കൂടി ചെയ്യുമ്പോൾ. ഓക്കെ, നീയത്തുണ്ടായി എന്ന് കരുതി മാത്രം സൽക്കർമാവോ? അത് ഇബാദത്തിൽ വരേണ്ട കാര്യമാണ്. ഖൗഫുർ റജാവും ഇബാദത്തിൻ്റെ ഉള്ളിൽ വരേണ്ട കാര്യമാണ്. ഒരു ഇബാദത്ത് ശരിയാവണമെങ്കിൽ ഒന്ന് നീയത്താണ്, ഓക്കെയാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരാൾ നല്ല നീയത്തോടെ കൂലി കിട്ടണമെന്നില്ല, അള്ളാഹിനെ പേടിച്ച് പ്രതീക്ഷയോടുകൂടി സുബ്ഹ് നിസ്കരിച്ചു 4 റക്അത്ത്, അമലു സാലിഹാത്താണോ? അസർ നിസ്കരിച്ചു 5 റക്അത്ത്, കൂട്ടുമോ? ഇന്ന് നോമ്പെടുത്തു,
അള്ളാൻ്റെ കൂലി കിട്ടണമെന്ന് പ്രതീക്ഷ ഇന്ന് എന്ത് നിയത്തിൽ ബറാഅത്ത് നോമ്പ് ഷഅബാൻ്റെ 15 എന്നുള്ള നിയത്തിൽ ഒരാൾ ഇന്ന് നോമ്പെടുത്തു, കൂലി കിട്ടുമോ? കൂലി കിട്ടില്ല എന്ന് മാത്രമല്ല ബിദഅത്താണ്. കൗസർ അതിൻ്റെ വെള്ളം പോലും എന്ത് ചെയ്യും? തടയപ്പെടും. അപ്പോൾ നിയ്യത്ത് വേണം. ഇഖ്ലാസ് തന്നെയാണ് നിയ്യത്ത്. ഇത്തിബാഴ് വേണം. ബാറക്കല്ലാഹു ഫീക്കും. ഇത്തിബാഴ് അവ 2 ഷർത്തുകളാണ്. ഒന്ന് ഇഖ്ലാസ്, അള്ളാഹിൻ്റെ കൂലി കിട്ടുന്ന ആഗ്രഹം വേണം. 2 ഇത്തിബാഴ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്ന പ്രവർത്തനങ്ങളായിരിക്കണം. അപ്പോൾ ഒരാൾ പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെ പഠിപ്പിച്ചതുപോലെ തന്നെ നിസ്കരിക്കണം. പക്ഷേ നിസ്കരിക്കണത് എന്തിനാ? ഞാൻ ഇപ്പോൾ നാട്ടിൽ പ്രസിഡൻറ്റും ഹാജിയരൊക്കെ ആയിട്ട് ഞാൻ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ആൾക്കാരുണ്ടാവും, മോശമല്ലേ? ഇതിനാണ് നിസ്കരിക്കണമെങ്കിലോ കൂട്ടില്ല. അപ്പോൾ നിയ്യത്ത് വേണം, ഇഖ്ലാസ് വേണം. അതുപോലെ ഒരാൾ നല്ല ഇഖ്ലാസോടെ നിസ്കരിക്കണം, പക്ഷേ നിസ്കരിക്കണത് റസൂൽ പഠിപ്പിച്ച പോലെ തോന്നിയ പോലെയാണ്. അതുകൊണ്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഒരു സ്വഹാബി നിസ്കരിക്കേണ്ടപ്പോൾ റസൂൽ എന്താ പറഞ്ഞു? നിസ്കരിച്ച് റസൂലിനോട് സലാം പറഞ്ഞപ്പോൾ റസൂൽ മടക്കിയിട്ട് പറഞ്ഞു, ഇർജി ഫസല്ലി ഇന്നക്കലം തുസല്ലി, നിസ്കരിച്ചിട്ടില്ല, പോയി നിസ്കരിക്കേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ടാണ്, ഇത്തിബാ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇഖ്ലാസ് വേണം ഇത്തിബാ. അപ്പോൾ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ജീവിതവും മരണവും അല്ല തന്നത് അഹ്സനു അമൽ ആര് ചെയ്യുന്നു നോക്കാനാണ്. അക്തറു അമലല്ല, കുറേ ആരാ ചെയ്യണു നോക്കാനല്ല. അല്ലെങ്കിൽ അസ്കലു അമൽ, ഭാരമുള്ള പ്രവർത്തനം ആര് ചെയ്യണു, ഇതൊന്നല്ല അള്ളാഹ്ക്ക് അറിയേണ്ടത്. അഹ്സനു അമൽ, ബെസ്റ്റ് ടോപ്പായിട്ട് ആരാ ചെയ്യണം, ഏറ്റവും നല്ലതായിട്ട് ആരാ ചെയ്യണം. എപ്പോഴാണ് അപ്പോൾ ഒരു പ്രവർത്തനം നന്നാക്കുക? ഐ അഖ്ലസുഹു വ അസ്ലബുഹു, ഏറ്റവും ഇഖ്ലാസ് ഉണ്ടാകുമ്പോൾ, ഏറ്റവും പ്രവാചകന്റെ ചര്യയോട് ചേർന്ന് വരുമ്പോൾ ആ പ്രവർത്തനം നന്നായി. അതുകൊണ്ട് റസൂലുള്ളാഹി ഒരു സൊഫിൽ നിസ്കരിച്ച 10 ആൾക്കും 10 കൂലിയാണോ? ചിലവർക്ക് 10-1, ചിലർക്ക് 9-1, ചിലർക്ക് 8-1. എന്താ കാരണം? എല്ലാവരും ഒരേ ഇമാമിൻ്റെ പിന്നിൽ നിസ്കരിക്കണം, എല്ലാവരും ഒരേ നിസ്കാര. പക്ഷേ എന്താ പ്രശ്നം? ഓരോരുത്തരെയും ഇഖ്ലാസും ഇത്തിബാ അനുസരിച്ച് പ്രതിഫലത്തിൽ മാറ്റം വരും. അപ്പോൾ ഏതൊരു പ്രവർത്തനവും അള്ളാഹുവിൻ്റെ അടുക്കൽ സാലിഹാകണമെങ്കിൽ 2 നിയത്തുകൾ, ഇത് രണ്ടുമാണ്. അപ്പോൾ ഈ ഈമാനും അമലു സ്വാലിഹാത്തും ഇത് രണ്ടും ഇല്ല എങ്കിൽ ശരിയാവില്ല. മഹാനായ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അന്ന തൗഹീദ, തൗഹീദ് എന്ന് പറഞ്ഞാൽ ലാ ബുദ്ദ മിൻ ഖൽബിൻ, അതിൽ കൽബ് പങ്കെടുക്കണം. അതേപോലെ വൽ ലിസാൻ, നാവ് പങ്കെടുക്കണം. അതേപോലെ വൽ ജവാരിഹ്, അവയവങ്ങൾ പങ്കെടുക്കണം. കാരണം എന്താ? ഞാൻ പറഞ്ഞു ഹൃദയം പങ്കെടുക്കണം എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ടാണ് ഈമാൻ, വിശ്വാസം. അത് നാവ് കൊണ്ട് മൊഴിയണം, അത് പ്രവർത്തന പദത്തിൽ വരണം. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇതിലേതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ ഫഇൻ ഖല്ല ബിശൈഇൻ മിൻ ഹാദാ, ഈ 3-ൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ ലം യകുനി റജുലു മുസ്ലിമ, ആ മനുഷ്യൻ മുസ്ലിം അല്ല. അപ്പോൾ ഇത് 3ഉം ഉണ്ടായിരിക്കണം. അപ്പോൾ ഈമാനും വേണം, അമലു സ്വാലിഹാത്തുകളും വേണം. ശരി. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു അങ്ങനത്തെ ആൾക്കാരെ എവിടെ പ്രവേശിപ്പിക്കും? ജന്നാത്ത്, സ്വർഗങ്ങളിൽ പ്രവേശിപ്പിക്കും, തോട്ടങ്ങളിൽ പ്രവേശിപ്പിക്കും. അപ്പോൾ സ്വർഗം എന്ന് പറഞ്ഞാൽ ഒരു തോട്ടമല്ല, തോട്ടങ്ങളാണ്, ധാരാളം തോട്ടങ്ങളാണ്, ജന്നാത്താണ്. അതുകൊണ്ടാണ് ഒരു സ്വഹാബി ഹാരിസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ബദറിൽ ഷഹീദായി. അങ്ങനെ അദ്ദേഹം യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉമ്മ ഹാരിസ് റളിയല്ലാഹു അൻഹു വന്നിട്ട് റസൂലിനോട് പറഞ്ഞു, റസൂലെ എൻ്റെ കുട്ടി എവിടെ എനിക്ക് അറിയണം, സ്വർഗത്തിലാണെങ്കിൽ എനിക്ക് പ്രശ്നമല്ല, അല്ലെങ്കിൽ എനിക്ക് പ്രശ്നമാണ്. അപ്പോൾ റസൂല് ചോദിച്ചു, അത് ഒറ്റ സ്വർഗമാണോ? ഇന്നഹ ജിനാൻ, അത് തോട്ടങ്ങളാണ്. ജന്നാത്ത് നിലയിൻ്റെ മറ്റൊരു പദം ജിനാൻ, തോട്ടങ്ങളാണ്. അതിൽ തന്നെ നിങ്ങളെ മോനെ എവിടെയാണ്? ജന്നത്തുൽ ഫിർദൗസ്, ഏറ്റവും ഉന്നതിയിലായ ഫിർദൗസിലാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ അള്ളാഹ് പറയില്ല, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ, അള്ളാഹുവിൻ്റെ സ്ഥാനത്ത് ഭയപ്പെടുന്നവർക്ക് 2 തോട്ടങ്ങളുണ്ട്. അതേപോലെ വർഖത്ത് ബിൻ നൗഫൽ, ആരാ വർഖത്ത് ബിൻ നൗഫൽ? ഖദീജ റളിയല്ലാഹുവിൻ്റെ കുടുംബക്കാരൻ. നബിക്ക് ആദ്യം വഹി അറിയുമ്പോൾ ഖദീജ റളിയല്ലാഹു വർഖത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയത്. ഈ വർഖനെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ തസുബ്ബു വറഖ, നിങ്ങൾ വറഖനെ ചീത്ത പറയരുത്. ഫഇന്നി റഅയ്തു ലഹു ജന്നത്തൻ ഔ ജന്നത്തൈൻ, അദ്ദേഹത്തിന് 2 തോട്ടങ്ങൾ, 2 സ്വർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ഒരു സ്വർഗ്ഗമുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ എന്താ? 2 തോട്ടങ്ങൾ. അപ്പോൾ സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ തോട്ടങ്ങളാണ്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞ ആ സ്വർഗ്ഗങ്ങളിൽ പ്രവേശിപ്പിക്കും. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ഫിർദൗസ്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞത് തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അതിൻ്റെ പ്രത്യേകത താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകുന്നുണ്ട്. അപ്പോൾ ഈ പുഴ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഒഴുകണതാണ്. കെട്ടിക്കണതിനെ പുഴ എന്ന് പറയാമോ? ഇല്ല, കെട്ടിക്കണ കുളങ്ങളൊക്കെ അല്ലേ. പുഴ എന്ന് പറഞ്ഞാൽ ഒഴുകണ തന്നെയാണ്. പിന്നെ എന്തിനാ അള്ളാഹ് വേറെ തജ്രി എന്ന് പിന്നെ പറയണത്? അതൊഴുകുന്നു എന്ന് പിന്നെ അള്ളാഹ് പറയണത് എന്തിനാ? കാരണം ആ ഒഴുക്കിനൊരു പ്രത്യേകത ഉണ്ട്.
സ്വർഗത്തിലെ അരുവികൾക്കും നദികൾക്കും ഒഴുകുന്നുണ്ട്. അതിന് പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ നദികളെ കുറിച്ച് പറയുമ്പോഴും അള്ളാഹ് അങ്ങനെ പറയുന്നുണ്ട്, ഫി ജന്നത്തിൻ ആലിയ ലാ തസ്മഉ ഫീഹ ലാഗിയ ഫീഹ ഐനുൻ ജാരിയ. ഒഴുകുന്ന നദികളുണ്ട്, അരുവികളുണ്ട്. ഇവിടെ പുഴയാണ്, അവിടെ അരുവിയാണ്, ഒക്കെ ഒഴുകും. അതെന്താ കാരണം വെച്ചാൽ ഇവിടെ ഒരു പുഴ നദി അരുവിയൊക്കെ ഒഴുകണമെങ്കിൽ എന്ത് വേണം? രണ്ട് സൈഡിൽ കര ഉണ്ടാവും, ഒരു ചാലൊരു കുഴി ഉണ്ടാവും. എന്നാൽ സ്വർഗത്തിലെ പുഴകൾ ഒഴുകുക ദൂന കനാത്സ് അല്ലെ ദൂനൽ ഉഹ്ദൂദ്, ഇങ്ങനെ കിടങ്ങോ ചാലോ ഒന്നും ഇല്ലാതെ ഒഴുകുക, കര ഉണ്ടാവില്ല. അവ വെള്ളപ്പൊക്കം ഉണ്ടാവുമോ? ഇല്ല. അതാണ് സ്വർഗത്തിലെ. അതുമാത്രമല്ല ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ഒഴുകും. അതൊക്കെ സ്വർഗത്തിലെ അരുവികൾ ഒഴുകും. സ്വർഗത്തിലെ ഏതൊക്കെ നദികളുണ്ട്? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, റസൂൽ മിഅ്റാജ് യാത്രയിൽ എന്ത് ചെയ്തു? റഅ അർബഅത അൻഹാരി, 4 പുഴകൾ കണ്ടു. എവിടെ? സിദ്റത്തുൽ മുൻതഹ മരം ഉണ്ടല്ലോ, അതിൻ്റെ അസുൽ അതിൻ്റെ അടിയിൽ നിന്ന് 4 പുഴകൾ ഒഴുകണത് കണ്ടു. 2 അതിൻ്റെ ഉള്ളിൽ നിന്നാണ്, 2 പുറത്തുനിന്നാണ്. അപ്പോൾ ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ആ ഉള്ളിൽ നിന്ന് ഒഴുകണ പുഴകൾ അത് സ്വർഗത്തിലെ പുഴകളാണ്. പുറത്തുനിന്ന് ഒഴുകണത് ഫന്നീലു വൽ ഫുറാത്ത്, നെയിൽ നദിയും ടൈഗ്രീസ് നദിയുമാണെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. അപ്പോൾ സ്വർഗത്തിലെ 2 അരുവി. അതേപോലെ തന്നെ റസൂൽ പറഞ്ഞു, സൈഹാനു ജയ്ഹാനു വൽ ഫുറാത്തു വന്നീലു കുല്ലും മിൻ അൻഹാരിൽ ജന്ന. സൈഹാൻ ഫൈഹാൻ, നെയ്ല് ഫുറാത്ത്, ഇതൊക്കെ സ്വർഗത്തിലെ നദികളാണ്. അതേപോലെ അള്ളാഹ് പറഞ്ഞു, അൻഹാരു മിൻ അസലിൻ മുസഫ, ശുദ്ധമായ തേനിൻ്റെ പുഴയുണ്ട് അവിടെ. അതേപോലെ തന്നെ ഖംർ, കള്ളിൻ്റെ പുഴയുണ്ട്. ലബൻ, പാലിൻ്റെ പുഴയുണ്ട്. മാ, വെള്ളത്തിൻ്റെ പുഴയുണ്ട്. അതേപോലെ അൽ കൗസർ എന്ന നദിയുണ്ട്. ഇതൊക്കെ സ്വർഗത്തിലെ നദികളാണ്. അതേപോലെ സ്വർഗത്തിലെ അരുവികളും വേറെയുണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്വർഗമാണ്. ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹ അൻഹാർ, താഴ്ഭാഗത്തുകൂടെ പുഴകൾ ഒഴുകുന്നുണ്ട്. എന്നിട്ട് അള്ളാഹ് പറയാം, ഇന്നല്ലാഹ യഫ്അലു മാ യുരീദ്, അള്ളാഹ് ഉദ്ദേശിക്കുന്നത് അള്ളാഹ് പ്രവർത്തിക്കും. നല്ലത് ചെയ്തവരെ സ്വർഗത്തിലേക്കിടും, ചീത്ത ചെയ്തവരെ നരകത്തിലേക്കിടും. നല്ല ചെയ്തവർക്ക് പ്രതിഫലം നൽകും, ചീത്ത ചെയ്തവർക്ക് ശിക്ഷ നൽകും. അങ്ങനെ അള്ളാഹ് ഉദ്ദേശിക്കണം എന്ത് ചെയ്യും? അള്ളാഹു പ്രവർത്തിക്കും. അള്ളാഹിനോട് ചോദിക്കാനും പറയാനും ഒരാളും വരികയില്ല എന്നാണ്. ശരി, നമുക്ക് ഇന്ന് അത്രയും മതി. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തം സ്വാലിഹാമലായി സ്വീകരിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.